ചെങ്കൽപ്പണകൾ വർദ്ധിച്ചു വരുന്നതിന്റെ ആശങ്കയിലാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് തവിടിശ്ശേരി നടുവപ്പാറ പ്രദേശവാസികൾ. ചെങ്കൽപ്പണകൾ വ്യാപകമാകുന്നതോടെ കുടിവെള്ളം കിട്ടാക്കനിയാകുമോ എന്ന ഭീതിയിലാണ് ഇവർ. ചെങ്കൽപ്പണകൾ വീണ്ടും വ്യാപകമാകുന്നതിന്റെ ആശങ്കയിലാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിലെ നടുവപ്പാറ നിവാസികൾ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്ക് വരെയാണ് ഈ ഭാഗത്തു നിന്നും വെട്ടുകല്ല് കടത്തിക്കൊണ്ടുപോകുന്നത്. ചെങ്കൽ ഖനനം വ്യാപകമായാൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. നമ്മളെ ഈ പാറ ആണെങ്കിൽ പോലും ഇവിടെ ഒരിക്കലും പറ്റാത്ത വെള്ളം കിട്ടുന്ന കിണറുകളുണ്ട്. അപ്പോൾ ആ കിണറുകളുടെ സ്രോതസ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ ചെങ്കൽ പ്രദേശം തന്നെയാണെന്നാണ് നമ്മളെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഈ പണ മുറിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വെള്ളം പറ്റും, രണ്ട് ഈ പ്രദേശത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കുന്നുകളാണ്. ആ കുന്നിൻ്റെ താഴെയാണ് ശരിക്കും നാടുള്ളത്. ഇതിനു മുമ്പേ കുറച്ച് അപ്പുറത്തെ ഭാഗത്ത് മുറിച്ചപ്പോൾ നാട്ടിലേക്ക് ഒരു ഗർത്തം രൂപപ്പെടുന്ന, ഈ പണയിൽ നിന്ന് നേരിട്ടൊരു ഗർത്തം നാട്ടിലേക്ക് രൂപപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു മധ്യസ്ഥം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇനി മുതൽ ഈ തവിടിശ്ശേരി സ്കൂള് ചൂരൽ റോഡിന് കിഴക്ക് വശത്ത് ഒരു കാരണവശാലും പണം നടത്തൂലെന്ന് ഈ പണം മുതലാളികൾ അസോസിയേഷൻ അടക്കം നാട്ടുകാരടക്കം എഴുതി എഗ്രിമെന്റ് വെച്ചതാണ്. പക്ഷെ അതിനെയും മറികടന്നിട്ടാണ് ഇപ്പോൾ പണം മുറിക്കുന്നത്. നടുവപ്പാറ വട്ടാണപ്പൊയിലിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പുതുതായി ആരംഭിച്ച ചെങ്കൽപ്പണയ്ക്കെതിരെ പ്രതിഷേധ യോഗം ചേർന്നിരുന്നു. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള തവിടിശ്ശേരിയിലെ പാറപ്പരപ്പുകളാണ് ചെങ്കൽപ്പണകൾ കൊണ്ട് എന്നേക്കുമായി ഇല്ലാതാകുന്നത്. ഖനനം കഴിഞ്ഞാൽ ചെങ്കൽപ്പണങ്ങൾ മണ്ണിട്ട് മൂടണമെന്നാണ് നിയമമെങ്കിലും ഇവിടെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഈ പണകളിൽ വരുന്ന പൊടികൾ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്നു. അതുപോലെ ഈ പണകൾ തൂർക്കാതെ ഇരിക്കുന്നതുകൊണ്ട് മഴക്കാലത്തിൽ വെള്ളം മുഴുവൻ ഒലിച്ച് ഈ പണയിൽ വീണിട്ട് അത് ഈ പാറ വിള്ളൽ കാരണം ഇടവഴി കിണറുകളിൽ വന്നിട്ട് ഇവിടുത്തെ ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളം മുഴുവൻ മഴക്കാലത്ത് മലിനമാകുന്നു. നമുക്ക് കുടിവെള്ളം ഉപയോഗിക്കാനാവുന്നില്ല. അതെല്ലാം നമുക്ക് ഈ പണകൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദ്രോഹങ്ങൾ. അതുകൊണ്ട് ഇനി ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലകളിൽ പണങ്ങൾ അനുവദിക്കാൻ പാടില്ല. സർക്കാർ ആ മേഖലയിലേക്ക് പിന്നെ അനുവദിക്കുമ്പം ജിയോളജിയും അത് കളക്ടറിൽ ഇപ്പോൾ അനുവദിക്കും ഈ പ്രദേശവാസികളുമായിട്ടുള്ള സംബന്ധിച്ച ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളിത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.